ലോകത്തിലെ ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. ട്രംപിൻ്റെ നയവും അങ്ങനെയാണ്. പക്ഷേ അവിടെ നിരന്തരമായ ഭീഷണി മുഴക്കുമ്പോഴും ട്രംപിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭ്രാന്തമായ നയങ്ങൾ, അതിലൊരു മെത്തേഡ് ഉണ്ട്. ദർ ഇസ് എ മെത്തേഡ് ഇൻ ഹിസ് മാഡ്നസ് എന്ന് പറയും. അദ്ദേഹം അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്ന മട്ടിൽ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയെടുക്കാൻ എല്ലാവിധ തന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ഒരാളാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സാമാന്യ നീതിക്കപ്പുറത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിൽ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിലേക്കാണ് പോവുക, ഉഭയകക്ഷി ചർച്ചകളിലൂടെ കരാറുകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വാക്ക് പോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. ഡീൽ എന്ന വാക്കാണ് അദ്ദേഹം എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഡീൽ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു കച്ചവടക്കാർ തമ്മിലുണ്ടാക്കുന്ന ഒരു കരാറിനാണ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു അക്കാദമിക ടൈം പോലുമല്ല. അപ്പോൾ ഒരു ഡീല് നടത്തുക, അതിൽ കച്ചവടത്തിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ട്രംപ് തുറന്നു പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രംപിന് എല്ലായിടത്തും എല്ലാം ഒരു ഡീലാണല്ലോ. തീർച്ചയായിട്ടും അതെ. അല്ല, അതിൽ ട്രംപ് അക്കാര്യത്തിൽ നിഷ്കളങ്കനാണെന്ന് പറയേണ്ടി വരും. കാരണം മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ നടത്തിയത് ഈ ഡീല് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇറാൻ തന്നെ എടുത്താൽ അവിടെ മുഹമ്മദ് മുസദിഖ്, അദ്ദേഹം ഈ ഇറാൻ്റെ ഓയിൽ നാഷണലൈസ് ചെയ്തപ്പോഴാണ് 1952 അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്നത്. സാൽവദോർ അലന്തയെ പുറത്താക്കുന്നത് ചെമ്പ് ഖനിയിൽ നാഷണൽവൽക്കരിച്ചപ്പോഴാണ് ചിലിയിൽ. അത് സമാനമായ രൂപത്തിലാണ് ഗദ്ദാഫിനെയും അതുപോലെ സദാം ഹുസൈനും ഒക്കെ പുറത്താക്കിയത്. ഇതൊക്കെ ചെയ്ത അമേരിക്കയാണ്. അക്കാലത്തെ പ്രസിഡന്റുമാർ വളരെ ജനാധിപത്യ സംരക്ഷണം അങ്ങനെയുള്ള മൂല്യങ്ങളുടെ വാക്ക് പറഞ്ഞു. പക്ഷേ ട്രംപ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നേരെ കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു എന്നുള്ളതാണ്. മഡുറോയെ പുറത്താക്കിയത് അവിടുത്തെ വിഭവങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറാൻ്റെ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ ഈ വിഭവ നിയന്ത്രണവും ഈ ഗൾഫിൻ്റെ നിയന്ത്രണവും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തന്ത്രമാണ്. ആ മേഖലയിൽ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം വർദ്ധിച്ചു വരുന്നു. ചൈനയ്ക്ക് വലിയ സ്വാധീനം ഈ മേഖലയിൽ നേടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ, അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളിൽ ചൈനയ്ക്ക് മുകളിൽ ഒരു എഡ്ജ് കിട്ടുക എന്ന താല്പര്യം കൂടി ട്രംപിൻ്റെ നയങ്ങൾക്ക് പിന്നിലുണ്ട്. അതിൽ ട്രംപ് ഉപയോഗിക്കുന്നത്, ട്രംപിൻ്റെ വിമർശകർ പറയുന്ന പോലെ, ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണ് പറയുക. അദ്ദേഹം ഇപ്പോൾ പൊടിച്ചു കളയും, സംസ്കൃതിയെ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറയുമെങ്കിലും നിർണായക ഘട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹം സംഘർഷത്തിലേക്ക് പോകാതെ പിന്മാറുക, വീണ്ടും ഭീഷണി ഉയർത്തുക, പിന്മാറുക, അതിനിടയ്ക്ക് ഇടവേളകളിൽ ആക്രമണം നടത്തുക. ഇങ്ങനെ ഒരു സവിശേഷമായ സ്ട്രാറ്റജിയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നതായി കാണുന്നത്. ഏതായാലും ഇറാൻ ഇക്കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളെ ഏകപക്ഷീയമായി അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇറാനില്ല. ഒരു ശാക്തീകരിക്കപ്പെട്ട ഇറാനാണ് ഇപ്പോൾ നമ്മൾ നെഗോഷിയേഷൻ ടേബിളിലും ഒക്കെ നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ ടെസ്റ്റ് നിയന്ത്രിക്കും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ ഫൊർദോ, അതുപോലെ ഇസ്ഫഹാൻ, അതുപോലെ ബുഷ്ഹർ, നദാൻ തുടങ്ങിയിട്ടുള്ള അവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർത്ത സമയത്ത് അവർ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഏകദേശം 400 കിലോഗ്രാം അവരുടെ കയ്യിലുണ്ട് എന്നാണ് IAEA റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരിക്കും ഉണ്ടാവുക. യുറേനിയം സമ്പുഷ്ടീകരണം കൂടിയാണോ ട്രംപ് ലക്ഷ്യമിടുന്നത്? ഇടയ്ക്ക് ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഇറാന്റെ കൈവശമുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങൾക്ക് ലഭിക്കുമെന്ന തരത്തിലൊക്കെ. തീർച്ചയായിട്ടും അതെ. അമേരിക്ക പ്രഖ്യാപിച്ച അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും അവർ 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശേഖരം അവരുടെ കയ്യിലുണ്ട് എന്ന് IAEA റിപ്പോർട്ട് ചെയ്യണ്ടേ. ആ ആണവ ശേഖരം അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു. അതോടൊപ്പം ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും അവരുടെ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കുകയും ഭരണകൂടം കൂടുതൽ അമേരിക്കൻ ഫ്രണ്ട്ലി ആവണം, ഇങ്ങനെയൊക്കെ ആശയങ്ങളാണ് അവരുടെ തന്ത്രപരമായ ലക്ഷ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഒരു ആണവായുധം ഇറാൻ ശേഖരിക്കുന്നത് തടയുക എന്ന ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അമേരിക്കയോടൊപ്പം അമേരിക്കയ്ക്കാൾ അധികം അത്തരം ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റായി വരുന്നത് ഇസ്രായേലിനാണ്. കാരണം 1979 റഷ്യയും 79 മുതൽ തുടർച്ചയായി അവരുടെ ബന്ധങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അമേരിക്കയെ നശിപ്പിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അവർ ആണവായുധം ശേഖരിച്ചാൽ ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ അത് പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്ക ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് അത് ഇസ്രായേലിൻ്റെ ഒരു വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റാണ്. അതുകൂടി ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. ഏതായാലും ഈ ഏകപക്ഷീയമായ ഒരു കരാറിലേക്ക്
എത്താൻ പറ്റാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. ഇറാന് ഈ ചർച്ചാ ടേബിളിൽ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ ചർച്ചകളിൽ അവർക്ക് പലപ്പോഴും ഒരു ഈക്വൽ സ്റ്റാറ്റസിലൊക്കെ അവർക്ക് പെരുമാറാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കണം എന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ലെബനനിലെ എല്ലാ ഫ്രണ്ടിലും വെടിനിർത്തൽ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് ലെബനൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നല്ലോ, ഒരു മേൽക്കൈ ഇറാന് തന്നെയാണ് നിലവിലുള്ളത്, ഒരു എഡ്ജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, മേൽക്കൈ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇറാൻ ഒരു ചെറിയ രാജ്യമാണ്. അമേരിക്കയുടെ മേലെ ഒരു മേൽക്കൈ ചർച്ചകളിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ലെബനാനിൽ ഉൾപ്പെടെ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന് പറഞ്ഞ അതൊടുവിൽ നടപ്പാക്കേണ്ടി വന്നല്ലോ. യെസ്, തീർച്ചയായിട്ടും അതെ. അത് മാത്രമല്ല, ഈ ബ്ലോക്കേഡ് അവസാനിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഒരു ദിവസം 15 ടാങ്കർ എങ്കിലും മിനിമം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ നോർത്ത് കൊറിയയുടെ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ടാണ് അവരെ ആക്രമിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. അതുപോലെ ഈ ഹോർമൂസ് കടലിടുക്കിന് മേലെ ഇറാന് എപ്പോഴും ആധിപത്യം പുലർത്താൻ കഴിയും എന്ന വസ്തുതയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു എഡ്ജ് നൽകുന്ന ഘടകം.